ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മത്തിപ്പീരയാണ്. അപ്പം നമുക്കതൊന്ന് കഴുകിയെടുത്താലോ മത്തി. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേ ചട്ടിയിൽ ഇതുപോലെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്തിട്ട് ദേ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നാട്ടിലൊക്കെയാണ് കുറച്ച് വാഴയിലയും കൂടി ഇട്ടിട്ട് അമ്മമാർ കഴുകിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം. കാരണം ഇത് വലിയ മീഡിയം സൈസ് മത്തിയാണ്, അതുകൊണ്ട് നമുക്ക് കുഞ്ഞതാക്കാം. കുഞ്ഞു മത്തിയാണെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ തേങ്ങ കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇതിൻ്റെ മെയിൻ ആകട്ടോ. നമ്മൾ മൺചട്ടിയിലാകട്ടോ മീൻ ബിരി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ച ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ വേണ്ടത് നമ്മുടെ കുടംപുളി ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടില്ല കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതേ പുളി പിടിക്കും. അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് കറി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ തിരുമ്മിയെടുക്കാം. അപ്പം തിരുമ്മിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അടുപ്പേ വെക്കണം. പിന്നെ നമ്മുടെ പ്രധാന സാധനം വെളിച്ചെണ്ണ, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിരുമ്മിയിട്ട് അടുപ്പേ വെച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് വെന്തണം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം കുറച്ച് നേരം വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉടഞ്ഞു പോകാതെ നമുക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഏകദേശം നമ്മുടെ മീൻ ബിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് ഈസിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.